നമസ്കാരം. വിവിധ രാജ്യങ്ങളുടെ ചാന്ദ്ര ദൗത്യങ്ങളെക്കുറിച്ചുള്ള വാർത്തകളൊക്കെ നമ്മൾ ധാരാളം കേട്ടു. ഇന്ത്യയുടെ ചന്ദ്രയാൻ 3 ചാന്ദ്ര ദൗത്യം, ഇതിൻ്റെ വിവരങ്ങളും അതിൻ്റെ പ്രവർത്തനങ്ങളും പ്രവർത്തന രീതികളും ഒക്കെ തന്നെ എല്ലാവർക്കും അറിയാം. ഇന്ത്യ ഉൾപ്പെടെയുള്ള ചന്ദ്രയാൻ 3ൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണെന്ന് ലോകത്ത് ഏതൊരു ശാസ്ത്ര വിഭാഗത്തിലുള്ള ജേണലിലും നോക്കിക്കഴിഞ്ഞാലും അത് മനസ്സിലാകും. കാരണം എല്ലാം സുതാര്യമാണ്. പക്ഷേ ചൈന അങ്ങനെയല്ല. ചൈനയുടെ ബഹിരാകാശ ദൗത്യങ്ങളും ചൈനയുടെ എല്ലാവിധമായ നീക്കങ്ങളുമെല്ലാം രഹസ്യ രീതിയിലാണ്. തുറമുഖങ്ങളിൽ വളഞ്ഞിട്ട് പിടിക്കുന്ന രീതി, എല്ലാവരെയും ചുറ്റിപ്പിടിച്ച് അവരെ കൈക്കലാക്കുന്ന അടിമകളാക്കുന്ന രീതി. ഇപ്പോൾ നേപ്പാളും പാകിസ്ഥാനുമൊക്കെ ചൈനയുടെ സാമ്പത്തിക അടിമകളാണെന്നാണ് പറയുന്നത്. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് സർക്കാരിൻ്റെ ഒരു രീതി ഇങ്ങനെയാണ്. അതായത് അവരുടെ നീക്കങ്ങൾ ആർക്കും അറിയില്ല, അല്ലെങ്കിൽ അവരുടെ ആ പ്രവൃത്തികളെക്കുറിച്ച് ആർക്കും വലിയ ധാരണയൊന്നും ഉണ്ടാകില്ല എന്നുള്ളതാണ്. അതൊരിക്കലും ഒരു നല്ല കാര്യമായിട്ട് തോന്നുന്നില്ല. പ്രത്യേകിച്ചും ചൈനയുടെ നീക്കമാകുമ്പോൾ അത് ഒരു വേള ഇന്ത്യക്കെതിരെയും അമേരിക്കയ്ക്കെതിരെയും വരെ വരാനുള്ള സാധ്യതയുണ്ട് എന്ന് നയതന്ത്ര വിദഗ്ധരൊക്കെ തന്നെ പലപ്പോഴായി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ചന്ദ്രനിലേക്കുള്ള ചൈനയുടെ ഏറ്റവും പുതിയ ദൗത്യം ചാങ്-ഇ-6 എന്ന ദൗത്യം ഇതിപ്പോൾ വാർത്തകളിൽ ഇടം പിടിച്ചു കഴിഞ്ഞു. ലാൻഡർ ദൗത്യത്തിൻ്റെ ചിത്രം പുറത്തെത്തി. എന്നാൽ ആ ചിത്രം സസൂക്ഷ്മം വിലയിരുത്തിയ ചില നിരീക്ഷകർ ഒരു കാര്യം കണ്ടെത്തി. ലാൻഡറിനൊപ്പം ഒരു രഹസ്യ റോവറുമുണ്ട്. ഇതിനെക്കുറിച്ച് വ്യക്തമായൊരു ധാരണ ഇത് കാണുന്നവർക്കുണ്ടാകണം എന്നില്ല. എന്താണ് അതിൻ്റെ ഉപയോഗം എന്ന് ആർക്കും അറിയില്ല. ഭൂമിയോട് തിരിഞ്ഞിരിക്കുന്ന ചന്ദ്രൻ്റെ വിദൂരവശത്തേക്കാണ് ചാങ്-ഇ-6 പോകുന്നത്. ഇതിൻ്റെ ആദ്യഘട്ടമായി ഒരു ലോങ് മാർച്ച് 5 റോക്കറ്റ് ബഹിരാകാശത്തേക്ക് ചൈന അയച്ചു. ചന്ദ്രൻ്റെ വിദൂരവശത്ത് നിന്ന് സാമ്പിളുകൾ ശേഖരിച്ച് അത് ഭൂമിയിൽ എത്തിക്കുകയാണ് ചാങ്-ഇ-6 റോക്കറ്റിൻ്റെ ലക്ഷ്യമെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ മറ്റെന്തെങ്കിലും ലക്ഷ്യമുണ്ടോ ഇതിന് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ധാരണയില്ല ഇതുവരെ. ജൂൺ മാസത്തിൽ ചാങ്-ഇ-6 ലാൻഡർ ചന്ദ്രനിൽ ഇറങ്ങും. ഫ്രാൻസ്, സ്വീഡൻ, ഇറ്റലി, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള പേലോഡുകളും ദൗത്യത്തിൽ പോകുന്നുണ്ട്. ചൈനയുടെ U2 റോവർ ഇപ്പോൾ തന്നെ ചന്ദ്രൻ്റെ വിദൂരവശത്ത് ഉണ്ട്. പുതിയ റോവറിൻ്റെ ദൗത്യം എന്താണ് എന്നത് സംബന്ധിച്ച് ബഹിരാകാശ മേഖലയിൽ വലിയ ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ ചാങ്-ഇ-5 ദൗത്യത്തിൽ തന്നെ ചന്ദ്രനിൽ ലാൻഡർ ഇറക്കി സാമ്പിളുകൾ തിരികെ എത്തിക്കാൻ ചൈന ശ്രമിച്ചിരുന്നു. അത് സാധിക്കുകയും ചെയ്തിരുന്നു. ചൈനയുടെ ചന്ദ്ര പദ്ധതികളിലെ 5ാം പദ്ധതിയാണ് ചാങ്-ഇ-5 ലോങ് മാർച്ച് 5 റോക്കറ്റിൽ വിക്ഷേപിച്ചത്. ഓർബിറ്റർ, ലാൻഡർ, അതുപോലെ അസെൻഡർ, റിട്ടേണർ എന്നീ ഭാഗങ്ങളടങ്ങിയതായിരുന്നു ദൗത്യം. ലാൻഡർ ആദ്യമായി ചന്ദ്രോപരിതലത്തിൽ എത്തുകയും സാമ്പിളുകൾ ശേഖരിക്കുകയും ചെയ്തു. തുടർന്ന് അസെൻഡർ ഈ സാമ്പിളുകളുമായി ചന്ദ്രോപരിതലത്തിൽ നിന്ന് ഉയർന്നു പൊങ്ങി ഓർബിറ്റിൽ ചെന്ന് ഡോക്ക് ചെയ്തു, സാമ്പിളുകൾ കൈമാറി. വളരെ സങ്കീർണമായ ദൗത്യമാണ്. ചൈന അത് സമ്പൂർണ്ണമായി വിജയിച്ച ദൗത്യം കൂടിയാണ് ഈ ചാങ്-ഇ-5. ഈ ഓർബിറ്റർ തുടർന്ന് ഭൗമ ഭ്രമണപഥത്തിലേക്ക് താഴുകയും സാമ്പിളുകളുമായി തിരിച്ചെത്തുകയും ചെയ്തു. റിട്ടേണർ വഴിയാണ് ഇത് തിരിച്ച് എത്തിച്ചത്. ഇത് തിരികെ എത്തി ചൈനയുടെ ഇന്നർ മംഗോളിയ മേഖലയിൽ ചെന്ന് വീണു. അവിടെ നിന്നാണ് സാമ്പിളുകൾ പിന്നീട് ശേഖരിച്ചെടുത്തത്. ഇതോടെ അമേരിക്ക, സോവിയറ്റ് യൂണിയൻ എന്നീ രാജ്യങ്ങൾക്ക് ശേഷം ചന്ദ്രൻ്റെ സാമ്പിളുകൾ ഭൂമിയിൽ എത്തിക്കുന്ന 3ാമത്തെ രാജ്യമായി ചൈന മാറുകയും ചെയ്തു. ചാങ്-ഇ പദ്ധതിയിൽ ചാങ്-ഇ-7 ദൗത്യം 2024 അവസാന ദൗത്യമായ ചാങ്-ഇ-8 2027 അവതരിപ്പിക്കും എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ. പക്ഷേ ഇതിൻ്റെയൊന്നും ലക്ഷ്യങ്ങൾ കൃത്യമായി ആർക്കും അറിയില്ല. 2030 ചന്ദ്രനിലേക്ക് ആളെ എത്തിക്കാനും ചൈന പദ്ധതിയിടുന്നുണ്ട്. ചൈനീസ് ദൗത്യത്തിൻ്റെ ഭ്രമണപഥ പേടകം മെങ്സു എന്ന പേരിലാകും അറിയപ്പെടുക. ഇതിൽ നിന്ന് യാത്രികരുമായി ചന്ദ്രൻ തൊടുന്ന ലാൻഡറിൻ്റെ പേര് ലാൻയൂയി എന്നാണ്. ചന്ദ്രനെ പുണരുക എന്നാണ് ലാൻയൂയി എന്ന വാക്കിൻ്റെ അർത്ഥം. ചൈനയിൽ ടാങ് രാജവംശകാലത്തുണ്ടായിരുന്ന കവിയായ ലിബായിയുടെ കാവ്യങ്ങളിലുള്ള വാക്കാണിത്. മെങ്സു എന്ന വാക്കിൻ്റെ അർത്ഥം സ്വപ്നവാഹനം എന്നാണ്. എല്ലാത്തിനും അർത്ഥമറിഞ്ഞ് തന്നെയാണ് ചൈന പേരിടുന്നത്. 3 യാത്രികരെ ചന്ദ്രനിൽ എത്തിക്കാൻ കഴിവുള്ളതാണ് ഈ മെങ്സു ദൗത്യം എന്ന് ചൈന അവകാശപ്പെടുന്നു. 2020 മുതൽ ദൗത്യത്തിൻ്റെ പ്രാഥമിക ഘട്ട പരീക്ഷണങ്ങൾ ചൈന നടത്തുന്നുണ്ട്. ആദ്യ പരീക്ഷണ പറക്കൽ 2027 നടത്തുന്നത്. എന്ത് ദൗത്യമായാലും അത് ലോകത്തോട് പങ്കുവെക്കേണ്ട, അഭിമാനകരമായ ദൗത്യം ലോകത്തോട് പങ്കുവെക്കേണ്ട ഒരു ബാധ്യത ചൈനയ്ക്കുണ്ട് എന്ന് പലരും പറയപ്പെടുന്നു. കാരണം പരസ്പര സഹകരണത്തോടെ നീങ്ങേണ്ട ഒരു മേഖലയാണ് ബഹിരാകാശ മേഖല. ഇപ്പോൾ ഇസ്രോ ആണെങ്കിൽ തന്നെ നാസയുമായി ചേർന്ന് നിന്നുകൊണ്ടും അതുപോലെ വിവിധ ഏജൻസികളുമായി ചേർന്ന് നിന്നുകൊണ്ടുമൊക്കെയാണ് നമ്മളുടെ ബഹിരാകാശ ദൗത്യങ്ങളൊക്കെ തന്നെ ആവിഷ്കരിക്കുന്നത്, സ്വതന്ത്രമായും ആവിഷ്കരിക്കുന്നുണ്ട്. ചൈന ഇത്തരം ചില രഹസ്യാത്മകമായ നീക്കങ്ങളാണ് ബഹിരാകാശ പരീക്ഷണ ഗവേഷണ രംഗത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. എന്താണ് ഈ ഒരു ഇപ്പം ചാങ്-ഇ-6 7 അവരുടെ ഏത് ഘട്ടമായാലും ശരി, അല്ലെങ്കിൽ ഏത് ദൗത്യമായാലും അതുമായി ബന്ധപ്പെട്ട് ലോകത്തോട് അഭിമാനകരമായി വിളിച്ചു പറയാവുന്ന കാര്യമാണ് അതൊക്കെ എന്തുകൊണ്ട് മറച്ചു വയ്ക്കുന്നു എന്ന ചോദ്യം അവിടെ ഉയരുന്നുണ്ട്. നമുക്കിപ്പോൾ ഇതിൽ ഇടപെടേണ്ട കാര്യമൊന്നുമില്ല, ഇന്ത്യക്ക് ഇടപെടേണ്ട കാര്യമൊന്നുമില്ല. ഇതൊക്കെ ചൈനയുടെ ആഭ്യന്തര കാര്യം മാത്രമാണ്. അവരുടെ ശാസ്ത്ര ഗവേഷണ രീതിയുമായി ബന്ധപ്പെട്ടാണ്. നമ്മളുടെ കാര്യം നോക്കുന്നു, അവർ അവരുടെ കാര്യം നോക്കുന്നു. പിന്നെ മറ്റ് രാജ്യങ്ങളുമായി
ചേർന്നുകൊണ്ട് ചൈന നടത്തിക്കൊണ്ടിരിക്കുന്ന പല വിധത്തിലുള്ള ഇടപാടുകളുമൊക്കെ തന്നെ നമുക്കറിയാം. എല്ലാം ഒരു തരം വളഞ്ഞു ചുറ്റിയുള്ള അല്ലെങ്കിൽ കൃത്യമായ നേർരേഖയിലല്ലാത്ത നീക്കങ്ങളാണ് ചൈന പല മേഖലകളിലും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ചൈനയുടെ ഇത്തരം നീക്കങ്ങൾ വാർത്തകളാകുന്നത്, ചർച്ചകളാകുന്നത്. എന്തായാലും ചൈനയുടെ നീക്കങ്ങൾ വിജയകരമാകും എന്ന് തന്നെയാണ് ചൈന അവകാശപ്പെടുന്നത്. അതങ്ങനെ തന്നെയാകട്ടെ. പക്ഷേ എല്ലാത്തിലും ഒരു രഹസ്യാത്മകത ചൈന സൂക്ഷിക്കുന്നത് എന്തിനാണ് എന്ന കാര്യം ഇപ്പോഴും രഹസ്യമാണ്.